ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞണ്ട് കൊണ്ട് വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് തോരനാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കാൻ പറ്റും. അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചതച്ചെടുത്തതാണ്. വെളുത്തുള്ളി ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചതച്ചെടുത്തത്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണം, നല്ല മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചെറിയുള്ളി ഒരു 7 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോണ്ട, നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ തോരനാകുമ്പോൾ കുറച്ച് ചതച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ ചതച്ചെടുക്കുക. അതിനുശേഷം ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടിത് ഞണ്ടിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഈ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞണ്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ഒരു അളവിന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി നോക്കിക്കൊടുക്കുക. ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി വെള്ളം വറ്റി വരാനുണ്ട്. അതിനുശേഷം നമുക്കിത് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ നിന്ന് മാറ്റി ഒരു ലോ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം വെള്ളം വറ്റി ഇതുപോലെ റെഡിയാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടി പോണ്ട, ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ അളവിൽ കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അടച്ച് വെച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ചെറിയ തീ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ഞണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി അരപ്പൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കണം. കടുകും ചെറിയുള്ളി വറ്റൽമുളക് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കടുക് വറുത്തെടുത്തിട്ടുണ്ട്. വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് കടുക് വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കടുക് വറുത്തതിൻ്റെ ആ ഒരു ഫ്ലേവർ ശരിക്കും അതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നത്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഞണ്ട് തോരനാണ്. അപ്പോൾ ഞണ്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്